Assalamualaikum and welcome back to my channel. ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു വലിയ താങ്ക്സ് പറയാണ്. നമ്മളെ ചാനലിന് 1K+ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്കിതിന് സാധിച്ചത്. ഇനിയും ഇതുപോലെ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ 1000+ സബ്സ്ക്രൈബേഴ്സ് ആയ സന്തോഷത്തിൽ ഇന്നൊരു സ്വീറ്റ് ഡിഷ് കാണിക്കാമെന്ന് വിചാരിച്ചു. ബോംബെ സ്പെഷ്യൽ സ്വീറ്റായ അഫ്ലാത്തൂനാണ് കാണിക്കുന്നത്. വളരെ ഈസിയും അതുപോലെ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് കാണാം. ആദ്യം തന്നെ നമുക്കൊരു സോസ് പാനിലേക്ക് 1/2 കപ്പ് നെയ്യ് ഇട്ട് കൊടുക്കാം. നല്ല ഹെവി ബോട്ടം പാനായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് 1/2 കപ്പ് റവയാണ്. ഒരു കപ്പ് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ലോ ഫ്ലെയിമിൽ നമ്മൾ നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം. ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ റോസ്റ്റ് ചെയ്യണം. കൈവയ്ക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ ഒരു കളറാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ കൂടെ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അര കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കൂടെ നന്നായി തിക്കാവുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ലോ ഫ്ലെയിമിലാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ഇതെല്ലാം തിക്കായി നല്ലൊരു ഹൽവ കൺസിസ്റ്റൻസി ആവുന്നത് വരെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ പാനിൻ്റെ സൈഡിൽ നിന്നെല്ലാം ഇത് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചോപ്പ് ചെയ്തിട്ടുള്ള നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബദാമും പിസ്തയും ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കാഷ്യൂ നട്ട് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഈ ഒരു പരുവം, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഞാനിവിടെ ഒരു ഡിഷ് നെയ്യ് കൊണ്ട് തടവി ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അഫ്ലാത്തൂൺ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടെ നട്ട്സ് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബദാമും പിസ്തയും തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ജെൻ്റ്ലി പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിനി നമ്മൾ തണുപ്പിച്ചെടുക്കണം. ഇത് നന്നായി തണുക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നാലേ ഇതൊന്ന് സെറ്റായി കിട്ടുള്ളൂ. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ബോംബെയിൽ നിന്ന് വാങ്ങുന്ന അഫ്ലാത്ത് റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് ഉണ്ടാവാറ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ക്വാണ്ടിറ്റി കൊണ്ട് എനിക്ക് 12 പീസസ് അഫ്ലാത്തൂൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് ഡിസേർട്ടാണിത്. എല്ലാവർക്കും ഇത് എന്തായാലും ഇഷ്ടപ്പെടും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി, എന്നാൽ വളരെ ഹെവിയും ഒപ്പത്തിനൊപ്പം റിച്ച് ആയിട്ടുള്ളൊരു സ്വീറ്റാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും അമർത്തണം. താങ്ക് യു ഫോർ വാച്ചിങ്.